ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള ആനച്ചാടിക്കുത്ത് വാട്ടർഫോൾസിലേക്കാണ്. കുറേ നാളായി അവിടെ നിന്നുള്ള ഓരോ റീൽസും വീഡിയോസും ഒക്കെ ഇങ്ങനെ കാണുന്നു. എന്ത് ഭംഗിയാണ് അതിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. അപ്പം എന്തായാലും നമ്മളൊന്ന് പോയി കാണണമല്ലോ. അങ്ങനെയാണ് ഒരു ദിവസം ചിറ്റയുടെ വീട്ടിൽ നിൽക്കാൻ പോയപ്പം ഇവിടെ കൂടി ഒന്ന് പോകാൻ തീരുമാനിച്ചത്. ചിറ്റയുടെ വീടിൻ്റെ അടുത്താണ് ഈ വാട്ടർഫോൾസ്. എന്തായാലും പോകുമ്പോൾ രാവിലെ തന്നെ പോവാം, അപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആയപ്പം. തിരക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് കേട്ടോ പോകുന്നത്. എന്നാലും ഇതൊരു രക്ഷയില്ല. എന്തൊരു വലിയ മലയാണ്. മലയാണോ പാറയാണോ എന്തായാലും കയറാൻ നല്ല പാടായിട്ടുണ്ട്. കുറേ നാളായി ഇങ്ങനെ പാറയൊക്കെ കയറിയിട്ട്. എന്നാലും ചെന്നെത്തുമ്പോൾ കാണാനുള്ള കാഴ്ച ഭയങ്കര ഭംഗിയുള്ളതായതുകൊണ്ട് തന്നെ മടുപ്പൊന്നും വകവയ്ക്കാണ്ട് ഞങ്ങളങ്ങോട്ട് കയറി പോവാണ്. വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും പുലർച്ചെ അല്ലെങ്കിലും ആ രാവിലെയുള്ള വെയിലായതുകൊണ്ട് വലിയ ശക്തിയൊന്നുമില്ല. രസമുള്ളൊരു വെതറായിരുന്നു. എന്നാലും ഒറ്റ സ്ട്രെച്ചിന് ഇത് മുഴുവൻ കയറാൻ വയ്യ. ഒന്ന് ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ആവാം ഇനിയുള്ള നടത്തുമെന്ന് വിചാരിച്ചു. എന്നാലും നമ്മൾ തോറ്റെടുക്കാൻ പാടില്ലല്ലോ. മതി റെസ്റ്റ് ചെയ്തത്, വീണ്ടും നമുക്ക് നടക്കാം. അങ്ങനെ നടന്ന് പോവുകയാണ്. എനിക്കിഷ്ടമായിട്ടോ. എന്ത് രസമാണ് ഈ പോണ വഴിയൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. കുറേ നാൾ കൂടിയിട്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുന്നത്. എപ്പോഴും നമ്മൾ ഭയങ്കര റഷായിട്ട് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഭയങ്കര തിരക്കിൽ ഓടുമ്പം ഇടയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ നേച്ചറിലേക്കൊക്കെ ഒന്ന് പോകുന്നത് ഭയങ്കര റിലീഫ് കിട്ടും നമ്മുടെ മനസ്സിന്. എന്തൊരു സമാധാനമാണ് ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടും മിണ്ടിയും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ മല കയറുന്നത് ഇച്ചിരി കഠിനം തന്നെ, എന്നാലും ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ, പറയാതെ വയ്യ. അങ്ങനെ പോവാണ്. ഇതെന്താ എത്താത്തേന്ന് ചോദിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് മുഴുവനും. മടുത്തേ, ഇപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ആ ഒരു സമാധാനത്തിൽ വേഗം നടക്കാം. ഞങ്ങളുടെ ക്യാമറാമാൻ ഞങ്ങളുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. ആൾക്ക് ഇതൊന്നും നടന്ന അത്ര ശീലമില്ലേ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ടേ. അതൊക്കെ നമുക്കൊരു സന്തോഷമാണല്ലോ. എത്താറായിരുന്നൊരു സമാധാനമാണ് അങ്ങനെ സൗണ്ട് കേൾക്കുമ്പം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേഗം ചാടി ഇങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് തോന്നും. അവിടെയൊക്കെ ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവസാനം നമ്മൾ എത്തി. നോക്കിയേ, നല്ലൊരു തണുപ്പ് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ പ്രതീക്ഷകളൊക്കെ ആകെ തെറ്റിപ്പോയി. ഇവിടെ ഒന്നും ആരുണ്ടാവില്ല, രാവിലെ അല്ലേന്ന് വിചാരിച്ച് വന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു പൂരത്തിനുള്ള ആളുണ്ട് അവിടെ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് നമ്മളൊന്ന് കയറി സമാധാനമായിട്ടൊന്ന് അർമാദിക്കുക. എന്തായാലും ഇവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാണ്ട് പോയാലും ശരിയാവില്ലല്ലോ. അങ്ങനെ പതിയെ ഞാൻ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി. അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും പോയില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ആൾക്കാർ കുളിക്കലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കലും ഒക്കെ ആയിരുന്നു. സോ ഞാൻ അവിടെ നിന്ന് ഒന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എന്തായാലും വന്നിട്ടൊന്ന് കാല് നനയ്ക്കാണ്ട് വരുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലൊക്കെ ഇരുന്ന് കാലൊക്കെ നനച്ച് ഒരു ഫിഷ് സ്പായും കൂടി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഇന്നിപ്പോൾ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.